എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ വയോധിക കാർത്തിയായനിയെ വീടിനകത്ത് കയറി കടിച്ചുകൊല്ലുകയും ഇവരുടെ മകനെ കടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത തെരുവുനായയെ പിടികൂടി. അനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 1 മണിയോടെയാണ് നായയെ പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കാർത്തിയായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിച്ചത്. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്തിയായനി തൽക്ഷണം മരിച്ചു. മാനസികാസ്വസ്ഥതയുള്ള ദേവദാസിന് കാലിനാണ് കടിയേറ്റത്. കാൽപാദം കടിച്ചു കീറുകയും കാൽവിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു തൊഴിലാളിയെയും നിരവധി വളർത്തു നായകളെയും തെരുവു നായ്ക്കളെയും കടിച്ചിരുന്നു. ഒരു തവണ നായയെ വലയെറിഞ്ഞ് പിടിച്ചെങ്കിലും രക്ഷപ്പെട്ടു. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ വെള്ളറക്കാട് പള്ളിക്ക് സമീപം വെച്ച് പോലീസ് നായയെ കണ്ടെത്തുകയും ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ചേർന്ന് പിടികൂടുകയുമായിരുന്നു. നായയെ വലയെറിഞ്ഞ് പിടിക്കുന്നതിനിടയിൽ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈയിന് ചെറിയ രീതിയിൽ പരിക്കുപറ്റി. നായയെ കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിഷയകുമാർ, സുഗിജ സുമേഷ്, ബ്ലോക്ക് മെമ്പർ KR സിമി, മുന്നംഗം അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.